നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 ശ്ലോകം 16. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. ഹേ പാർത്ഥ, വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. ഇന്ദ്രിയ സന്ദർപ്പണത്തിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവന്റെ ജീവിതം ഫലമില്ലാത്തതാണ്. കഠിനമായി പ്രവർത്തിക്കുകയും ഇന്ദ്രിയ സുഖം അനുഭവിക്കുകയും ചെയ്യുക എന്ന സാമ്പത്തിക സിദ്ധാന്തത്തെ ഭഗവാൻ ഇവിടെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഭൗതിക ലോകത്തിൽ സുഖിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതുകൊണ്ട് മുൻപറഞ്ഞ പോലെ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അത്തരം നിയമങ്ങൾ അനുസരിക്കാത്തവർ അധികമധികം ശക്തമായിത്തീരുന്ന ഒരു അപായ സാധ്യതയുള്ള ജീവിതം നയിക്കുന്നു. കർമ്മയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം എന്നീ 3 വഴികളിൽ ഏതിലൂടെയായാലും ശരി, പ്രകൃതി നിയമം അനുസരിച്ച് മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ളതാണ്. പാപപുണ്യങ്ങൾക്ക് അതീതമായ അതീന്ദ്രിയ പ്രജ്ഞയുള്ളവർക്ക് ഈ ചടങ്ങുകൾ മുറപ്രകാരം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ദ്രിയ സുഖാസക്തരായവർ യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് സ്വയം ശുദ്ധീകരിക്കുക തന്നെ വേണം. കർമ്മങ്ങൾ പലവിധമുണ്ട്. കൃഷ്ണാവബോധമില്ലാത്തവർ ഇന്ദ്രിയാനുഭൂതികളിൽ മുഴുകിയിരിക്കയാൽ അവർക്ക് പുണ്യപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ആവശ്യമാണ്. ഇന്ദ്രിയ സുഖപ്രാപ്തിക്കായുള്ള കർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ കുടുങ്ങിപ്പോവാതെ തന്നെ അവരുടെ ഭോഗേച്ഛകൾ നിറവേറ്റാവുന്ന വിധത്തിലാണ് യജ്ഞപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പരിശ്രമ ഫലമല്ല ഈ ലോകത്തിലെ ഐശ്വര്യം ഭഗവാന്റെ പശ്ചാത്തല സംവിധാനത്തിനനുസരിച്ച് ദേവന്മാർ തയ്യാറാക്കുന്നതാണ്. അതുകൊണ്ട് വേദത്തിൽ പറയുന്ന പ്രകാരം, അതായത് ദേവന്മാർക്കായി യഥാവസരം യജ്ഞങ്ങൾ നടത്തപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതും കൃഷ്ണാവബോധ പരിശീലനം തന്നെ. യജ്ഞാനുഷ്ഠാനത്തിൽ പരിശീലനം സിദ്ധിച്ചവർ തീർച്ചയായും കൃഷ്ണാവബോധം നേടും. അതല്ല, യജ്ഞാദികൾ ചെയ്തിട്ടും കൃഷ്ണാവബോധം ഉദിക്കുന്നില്ലെങ്കിൽ അത്തരം വൈദിക വിധികൾ വെറും സന്മാർഗ നിയമങ്ങളായേ കരുതാൻ പറ്റുകയുള്ളൂ. ഒരാൾ തന്റെ പുരോഗതി നീതി സംഹിതയിൽ മാത്രം ഒതുക്കി നിർത്തിയതുകൊണ്ടായില്ല. കൃഷ്ണാവബോധം പ്രാപിക്കുന്നതിലേക്കായി അതിനപ്പുറം കടക്കണം.